ഇന്ത്യക്കകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനിയെ കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. ആ കേസിലെ പ്രധാന കണ്ണിയായ അബ്ദുൾ റോഷൻ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കർണാടകയിലെ മടിക്കരയിൽ നിന്നാണ് അബ്ദുൾ റോഷനെ അറസ്റ്റ് ചെയ്തത്. 40,000 സിം കാർഡുകൾ, 150 മൊബൈൽ ഫോണുകൾ, ബയോമെട്രിക് സ്കാനറുകൾ എന്നിവയും ഇയാളിൽ നിന്നും കണ്ടെത്തി. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിച്ചു. ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു. 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. കേസ് അന്വേഷണം നടത്തി അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. 40,000-ൽ പരം സിമ്മുകളുണ്ട്, 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനുമോദ്, പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 40,000-ഓളം സിം കാർഡുകളും 150 മൊബൈൽ ഫോണുകളും ഒക്കെ ഇയാളിൽ നിന്നും പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കേസാണ്. ഇയാളുടെ ഇപ്പോൾ നിലവിൽ ഈ അബ്ദുൾ റോഷൻ മാത്രമാണോ പിടിയിലായിട്ടുള്ളത്? ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണോ സംശയം പോലീസിന്റേത്? മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം അബ്ദുൾ റോഷൻ ഈ ഒരു തട്ടിപ്പ് ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. വേങ്ങര സ്വദേശി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റോഷനിലേക്ക് അന്വേഷണം എത്തിയത്. ഇയാൾ ഒരു വ്യാജ സൈറ്റുകൾ വഴി, അതേപോലെ തന്നെ വ്യാജ ഷെയർ മാർക്കറ്റ് സന്ദേശങ്ങൾ വഴി 1,08,00,000 രൂപ വേങ്ങര സ്വദേശിയിൽ നിന്നും ഈ ഒരു സംഘം കൈവശപ്പെടുത്തിയിരുന്നു. ഇതിൽ പറഞ്ഞ പോലെ ലാഭവിഹിതം ലഭിക്കാത്ത സാഹചര്യത്തിൽ വേങ്ങര സ്വദേശി പോലീസിൽ പരാതിപ്പെടുകയും അങ്ങനെ എസ്പിയുടെ നിർദ്ദേശപ്രകാരം സൈബർ SI ചിത്രഞ്ജന നേതൃത്വത്തിലുള്ള സംഘം രൂപീകരിക്കുകയും ആ സംഘം നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ മടിക്കേരിയിലെ ഈ അബ്ദുൾ റോഷനിലേക്ക് എത്തിയത്. ഈ അബ്ദുൾ റോഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ആ സിം കാർഡുകളുടെ എണ്ണം തന്നെയാണ്. 40,000-ലധികം സിം കാർഡുകൾ, അതിൽ 1,500-ലധികം ആക്റ്റീവാണ്, 2,000-ഓളം ആക്റ്റീവ് ആകാൻ കിടക്കുന്നു. അതിന് പുറമെയാണ് ഇത്രയും സിം കാർഡുകളുള്ളത്. അതുപോലെ 180-ലേറെ മൊബൈൽ ഫോണുകൾ. ഇതെല്ലാം തന്നെ ഈ തട്ടിപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്ന സിമ്മുകളാണെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇയാൾ ഒരു സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ വിതരണക്കാരനാണ് മടിക്കേരിയിൽ, കർണാടകയിൽ. അപ്പോൾ അവിടെ വരുന്ന ഉപഭോക്താക്കൾ ഈ സിം കാർഡ് എടുക്കുവാൻ വേണ്ടി ബയോമെട്രിക് അടയാളങ്ങൾ നൽകുമ്പോൾ, അല്ലെങ്കിൽ ആ ബയോമെട്രിക് രീതിയിൽ അവർ തെളിവുകൾ നൽകുമ്പോൾ 1-ലധികം തവണ ഇത് രേഖപ്പെടുത്തുകയും, അങ്ങനെ 1-ലധികം തവണ രേഖപ്പെടുത്തുമ്പോൾ ഒരു സിം മാത്രമാണ് ഉപഭോക്താവ് നൽകുന്നത്. ബാക്കി 2-3 തവണ അടയാളപ്പെടുത്തിയതിനു ശേഷം അത്രയും സിമ്മുകൾ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇയാൾ ഒറ്റയ്ക്കല്ല. ഇയാൾ ഇത്തരത്തിൽ ഈ മൊബൈൽ സിമ്മുകൾ വിതരണം ചെയ്യുന്ന വിവിധ ഏജൻസികളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അങ്ങനെ വ്യാജമായിട്ട് ഐഡന്റിറ്റി ഉപയോഗിച്ച് ശേഖരിക്കുന്ന സിം കാർഡിന് 1-ന് 50 രൂപ വെച്ച് ഇയാൾ കൊടുക്കുന്നു. അത്തരത്തിലാണ് ഇത്രയും അധികം സിമ്മുകൾ ഇയാൾ ശേഖരിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരുടെ സിമ്മാണെന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഈ വേങ്ങര സ്വദേശിയെ പറ്റിച്ചത്, അയാൾക്ക് ഈ സന്ദേശങ്ങൾ നൽകിയ സിം ഒരു യുവതിയുടെ പേരിലാണ്. ആ യുവതിക്ക് അറിയില്ല ഇങ്ങനൊരു സിമ്മ് അവരുടെ പേരിലുണ്ട് എന്ന് തന്നെ. അപ്പോൾ ഇത്രയും അധികം സിമ്മുകൾ രാജ്യത്ത് ആരുടെയെല്ലാം പേരിൽ ഇവർ ഈ സിമ്മുകൾ എടുത്തിട്ടുണ്ടെന്നോ എത്രയെല്ലാം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒരു സാഹചര്യം, വലിയ ഒരു ശൃംഖലയുടെ ചെറിയ ഒരു കണ്ണി എന്നൊക്കെ പറയേണ്ട സാഹചര്യത്തിലാണ്. എന്നാണ് ഇയാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ഇയാളാണ് ഈ മൊബൈൽ സിമ്മുകൾ ഉപയോഗിച്ച് ആളുകൾക്ക് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതും OTPകൾ അയക്കുന്നതും
അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകളെ കൊണ്ടു ചെല്ലുന്നതും ഈ ഒരു മൊബൈൽ നമ്പറുകൾ വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ് മലപ്പുറം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ പ്രതിയെ പിടികൂടിയതിലൂടെ ഇനി ഇയാളിലൂടെ ഈ ഒരു കാരണം ഈ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ ഒരു പ്രധാനിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ശൃംഖലയിലേക്ക് ഇനി പോലീസിനെ സംബന്ധിച്ച് എത്തുക എന്ന് പറയുമ്പോൾ, അല്ല അവരെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് സൂചനയുണ്ട്. സാധാരണ നമുക്കറിയാം ഇത്തരം ഓൺലൈൻ തട്ടിപ്പിന്റെയൊക്കെ ഉറവിടം ഏതെങ്കിലും വടക്കേന്ത്യൻ ലോബി ആയിരിക്കും, അല്ലെങ്കിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഇത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്, ഏത് സംസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അനുമോദ്? അപ്പോൾ പോലീസിന് മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു പരാതിയാണ്, അത് വേങ്ങര സ്വദേശിയുടെയാണ്. ആ പരാതിയിൽ ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇയാൾ ഒരു ചെറിയ മീനല്ല, അതായത് രാജ്യവ്യാപകമായിട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ ഒരു കണ്ണിയാണെന്ന് മനസ്സിലായില്ല. ഇനി ഇയാളിൽ നിന്നും മൊഴിയെടുത്ത് അല്ലെങ്കിൽ ഇയാളിൽ നിന്നും വിശദീകരണം സ്വീകരിച്ചിട്ട് വേണം, കേട്ടിട്ട് വേണം ഈ തട്ടിപ്പിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ. പക്ഷേ പോലീസിന് മറ്റാരും തന്നെ കേസുമായി സമീപിച്ചിട്ടില്ല. ഒന്നാമത് ഈ മൊബൈൽ സിമ്മുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുള്ളത് കർണാടകയിലെ മടിക്കേരി ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും അധികം ഉള്ളത്. അയാൾ അവിടെയാണ് ഇതിൻ്റെ വിതരണക്കാരനായിട്ടുള്ളത്. അത് ഈ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഉറവിടം എന്നൊക്കെ പറയാവുന്നത് കർണാടക മേഖലയാണ്. കർണാടക കേരള അതിർത്തി മേഖലകളിലാണ്. അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം. അത് കർണാടക പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളെ ഈ ഒരു തട്ടിപ്പ് കേസിൽ ഉൾപ്പെടുത്തിയതിന് കേരള പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇയാൾ ഡൽഹി സ്വദേശിയാണ്. സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയിൽ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു വലിയ സംഘവും ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. രാജ്യത്തിന് പുറത്ത് ഇയാളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഇത്തരം തട്ടിപ്പ് നടന്ന സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും ഈ സൈബർ തട്ടിപ്പുകളെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ചെയ്യുന്നത്, നൈജീരിയയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. കാരണം അവിടെ സൈബർ നിയമങ്ങളൊന്നും ശക്തമല്ല. അതുകൊണ്ട് തന്നെ അവിടെ തട്ടിപ്പ് നടത്തുന്നവരെ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇത്തരം സൈബർ തട്ടിപ്പുകൾ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പ് ആ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അപ്പോൾ മലപ്പുറം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ, ഇത് തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക. കേട്ടോ.